നമസ്കാരം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികളുടെ ഒരു സ്വപ്നമാണ് ഇന്ത്യൻ ആർമ്ഡ് ഫോഴ്സസിൽ ഒരു ഓഫീസറാകുക എന്നുള്ളത്. അതിനുള്ളൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 28-ാം തീയതി, അതായത് മെയ് 28-ന് UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ NDAയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയുണ്ടായി. ഇതുവരെ അപേക്ഷിച്ച് പോകുന്ന രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് അപേക്ഷിക്കേണ്ട രീതി. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചും ഇത് അപേക്ഷിക്കേണ്ട രീതിയെക്കുറിച്ചും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അബീസ് ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാഷണൽ ഡിഫൻസ് അക്കാഡമി, അതുപോലെ തന്നെ നേവൽ അക്കാഡമി എന്നിവയിലേക്ക് 1 ജൂലൈ 2026 തുടങ്ങുന്ന കോഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 370 വേക്കൻസീസ് NDAയിലേക്കും 36 വേക്കൻസീസ് നേവൽ അക്കാഡമിയിലേക്കുമാണ് ഉള്ളത്. ഇപ്പോൾ ടോട്ടൽ 406 വേക്കൻസീസാണുള്ളത്. ഇതിൽ 25 വേക്കൻസീസ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അപേക്ഷകർക്ക് വേണ്ട ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ NDAയുടെ ആർമി വിങ്ങിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ മറ്റൊരു മാനദണ്ഡങ്ങളുമില്ലാതെ +2 പാസ്സാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ NDAയുടെ എയർഫോഴ്സ് വിങ്ങിലേക്കോ നേവൽ വിങ്ങിലേക്കോ അതോടൊപ്പം തന്നെ നേവൽ അക്കാഡമിയിലേക്കോ ആണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ +2 ഉറപ്പായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെർസെൻറ്റേജ് ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ +2 പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഈ അപേക്ഷ കഴിഞ്ഞ് നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ പാസ്സാവുകയും അതോടൊപ്പം തന്നെ SSB ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ജൂൺ 10, 2026 മുമ്പായി തന്നെ നിങ്ങൾ ഈ ഒരു +2 പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു കാര്യം, +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപേക്ഷകരുടെ ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപേക്ഷകർ 1 ജനുവരി 2007-നും 1 ജനുവരി 2010-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം എന്നുള്ളതാണ്. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എക്സാമിനേഷൻ ഫീ ഉണ്ട്. 100 രൂപയാണ് എക്സാമിനേഷൻ ഫീസ്. SC/ST വിഭാഗക്കാർക്കും വിദ്യാർത്ഥിനികൾക്കും ഈ ഒരു ഫീസിന് ഇളവ് നൽകിയിട്ടുണ്ട്. ഇവർക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് ഇല്ല. ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത് 14 സെപ്റ്റംബർ 2025-നാണ്. കേരളത്തിൽ 3 എക്സാമിനേഷൻ സെൻറ്ററുകളാണുള്ളത്. ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോട് എന്നിവയാണ് കേരളത്തിലുള്ള എക്സാമിനേഷൻ സെൻറ്ററുകൾ. ഇനി എനിക്ക് പ്രധാനമായി പറയാനുള്ളത് അപേക്ഷിക്കേണ്ട രീതിയെക്കുറിച്ചിട്ടാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ഒരു റിട്ടേൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ UPSC ആണ്. ഇത്രയും നാൾ വരെ UPSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ വഴിയാണ് ഈ ഒരു അപേക്ഷയൊക്കെ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം അത് പാടെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൺലൈൻ തന്നെയാണ് ഇപ്രാവശ്യം അപേക്ഷിക്കേണ്ടത്. എന്നാൽ അത് ഒരു 4 മൊഡ്യൂളുകളായിട്ട് ഇവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ അപേക്ഷകരൊക്കെ തന്നെ UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ upsconline.nic.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഈ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് അവിടെ നൽകിയിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യേണ്ടതെന്ന്. ഇപ്പോഴുള്ള ഈ പോർട്ടലിൽ നിങ്ങൾക്ക് 4 മൊഡ്യൂളുകൾ കാണാൻ പറ്റും. അത് ആദ്യത്തേത് അക്കൗണ്ട് ക്രിയേഷൻ, പിന്നെ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻസ്, പിന്നെ ഒരു ആപ്ലിക്കേഷൻ, കോമൺ ആപ്ലിക്കേഷൻ. ഈ ആദ്യത്തെ 3 മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് UPSC കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാമിനേഷനും കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ 4ാമത്തെ ഒരു മൊഡ്യൂളുണ്ട്. അത് സ്പെസിഫൈ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ ശേഷം നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു NDAയുടെ നമ്മുടെ ഒരു അപേക്ഷകൻ ആദ്യം കയറുമ്പോൾ ആദ്യത്തെ 3 മൊഡ്യൂളുകളും അതോടൊപ്പം 4ാമത്തെ മൊഡ്യൂളും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഇതിനു മുമ്പേ 1 ടൈം രജിസ്ട്രേഷൻ ആയിരുന്നു. അത് പാടെ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഇപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർ അത് പാടെ മറന്നേക്കും. പുതിയ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ വ്യക്തമായിട്ട് ഈ ഒരു UPSC ഒരു അഡ്വൈസ് നൽകിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആധാർ കാർഡ് ഉറപ്പായും യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു സ്മൂത്തായിട്ടുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് ആധാർ കാർഡ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നൊരു വ്യക്തമായ അഡ്വൈസ് കൂടി ഈ UPSCയിൽ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. UPSC ഇത്തവണ നൽകിയിരിക്കുന്ന മറ്റൊരു ഫെസിലിറ്റി എന്തെന്ന് പറഞ്ഞാൽ,
ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷൻ സംബന്ധമായ എന്തെങ്കിലും ക്വയറീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയ നിവാരണത്തിനൊക്കെ ഈ ഒരു നമ്പർ യൂസ് ചെയ്യാവുന്നതാണ്. വേണ്ടവർ ഈ ഒരു നമ്പർ കൂടെ യൂസ് ചെയ്തോളൂ. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 17 ജൂൺ 2025 ആണ്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ അപേക്ഷിക്കുന്നതിന് മുന്നോടിയായി തന്നെ നിങ്ങൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വ്യക്തമായി വായിച്ചിരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ അശ്രദ്ധ കാരണം നമ്മൾ പല കാര്യങ്ങൾ വിട്ടുപോകാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ആപ്ലിക്കേഷൻ ചിലപ്പോഴല്ല ചെറിയ തെറ്റുകൾക്ക് വരെ ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വായിച്ചിരിക്കണം എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളുക. NDAയുടെ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് കരിയറിനെ കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കഴിവിൻ്റെ പരമാവധി റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് അവരോടൊക്കെ തന്നെ ഈ ഒരു വിവരം ഒന്ന് ഷെയർ ചെയ്യുക. എലിജിബിളായിട്ടുള്ള താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഒന്ന് പ്രേരിപ്പിക്കുക. അപ്പോൾ ഈ NDAക്ക് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.